ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്ന് എളുപ്പത്തിൽ ഒരു പൊട്ടറ്റോ റോസ്റ്റ്, അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ കുറച്ച് ഉപ്പും നമുക്ക് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു നുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂണോളം വരും കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കഴിഞ്ഞാൽ കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് വറ്റൽമുളക് 2 വറ്റൽമുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 6-7 വെളുത്തുള്ളി, ഞാനത് നീളത്തിൽ തന്നെ കുനുകുന അരിഞ്ഞിട്ടില്ല, നീളത്തിൽ തന്നെ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ടതാട്ടോ. കനം കുറച്ചരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മാത്രം മതി. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു വലിയ സവാള കുനുകുന അരിഞ്ഞതാട്ടോ. അപ്പോൾ അതും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നതാണ്, നമ്മൾ ആദ്യമേ ചേർത്തിട്ടുള്ള കാര്യങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധ വേണം. നമുക്ക് പാചകം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധയാണ് ആവശ്യമല്ലേ. അപ്പോൾ ആദ്യമേ ഓർക്കണം, നമ്മൾ ആദ്യം ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സവാള വഴറ്റുമ്പോൾ അതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും ഞാനിത് പറയുന്നതേ ഉള്ളൂ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നതാണ് കേട്ടോ. ഇപ്പോൾ സവാള എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. വഴന്ന് വന്നു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം ഞാൻ നേരത്തെ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് മഞ്ഞൾപ്പൊടി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാനൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പിന്നെ ഇത് അടിയിൽ നമുക്ക് പെട്ടെന്ന് ചൂടിൻ്റെ ഇതുകൊണ്ട് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി വരുമ്പോൾ ഞാനിതിലേക്ക് നമുക്ക് നിർബന്ധമില്ല, എന്നാലും ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രൈ ആയി വരുന്നത് കാരണം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, 1 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ച് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഒന്ന് കുഴഞ്ഞ് വരും, മറ്റത് ഒരു ഡ്രൈ ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉരുളക്കിഴങ്ങ് നല്ല മഞ്ഞ കളറിൽ ആയിരിപ്പുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മളിതിലേക്ക് ഇടുമ്പോൾ എന്താ അടിപൊളി കളർന്ന് നിങ്ങളൊന്ന് നോക്കിയേ. നല്ല റെഡും നല്ല യെല്ലോ കളറും കൂടെ ആയപ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഇനി നമ്മളിത് കളറ് നോക്കി രസിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് റോസ്റ്റ് ആവത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് പൊടിഞ്ഞു പോകാതെ, കാരണം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അധികം കുഴഞ്ഞു പോകത്തക്ക രീതിയിലാക്കണ്ടല്ലോ. നമുക്ക് ഇതേ രീതിയിൽ തന്നെ കിടക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പയ്യെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചോറിനൊപ്പം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നിങ്ങൾ ചോറിനൊപ്പോ ചപ്പാത്തിനൊപ്പോ എന്തിൻ്റെ കൂടെ കഴിക്കാനും ഇത് അടിപൊളിയാണ് കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മാത്രം മറന്നു പോകരുത്. അപ്പോൾ ഓക്കേ.